പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരനുഭവം ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ വചന ശുശ്രൂഷ കുടുംബങ്ങളിലേക്ക് വിടുതലും സൗഖ്യവും കൊണ്ടുവരുന്ന സമയമാണ്. എൻ്റെ പേര് ലിസ രാജു. ഞാൻ ബോംബെയിൽ നിന്ന് വന്നാണ്. എൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. എൻ്റെ ഈ കുഞ്ഞ് ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ കുഞ്ഞിൻ്റെ കണ്ണിലോട്ട് നോക്കിയപ്പം കുഞ്ഞിൻ്റെ ഇടത് കണ്ണിൻ്റെ കൃഷ്ണമണി അനങ്ങുന്നേ ഇല്ല. അവിടെ ഈ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ അതിങ്ങനെ അങ്ങ് ഒട്ടിച്ച് വെച്ചാണക്കിരിക്കുക. ഞങ്ങളത് 2 ദിവസം കഴിഞ്ഞ് ഡോക്ടറോട് ചോദിച്ചു, ഈ കുഞ്ഞ് കണ്ണനക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ കുഞ്ഞിന് ഇത് കോങ്കണ്ണാണ്, അതുകൊണ്ട് 6 മാസം കഴിഞ്ഞതിന് ശേഷമേ ഇതിനെന്തേലും പറയാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും മിണ്ടിയില്ല. ഞാനത് കഴിഞ്ഞ് വീണ്ടും 40 ദിവസം കഴിഞ്ഞ് വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടറും അത് തന്നെ പറഞ്ഞു, ഈ കുഞ്ഞിന് കോങ്കണ്ണാണ്, അത് 6 മാസം കഴിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ വീട്ടിലിരുന്ന് യൂട്യൂബിലൂടെ അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി സാക്ഷ്യപ്പെടുത്തുന്നു, ഇവിടെ കൽക്കുരിശിൻ്റെ അവിടെ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുതം സംഭവിച്ചത്. ഞാനും അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കോങ്കണ്ണൊന്നുമില്ലാതെ നല്ല കണ്ണായി കിട്ടുകയാണെങ്കിൽ ഞാനിവിടെ അഭിഷേകാഗ്നിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാവെന്നും കൽക്കുരിശിൻ്റെ അവിടെ ചെന്ന് മുട്ടുമേ നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ചേക്കാവെന്നും പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഒരു ഡോക്ടറെയും കാണിച്ചില്ല. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണ് രണ്ടും നല്ലതായിട്ട് അനങ്ങാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് ആ കൊച്ചിന് കണ്ണ് അനങ്ങുന്നില്ല, ഇപ്പുറത്തെ സൈഡിൽ ഒന്ന് ഒട്ടിയിരിക്കുകയാണ്. യൂട്യൂബിലൂടെ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു. ഇനി കഞ്ഞി ശരിക്കും നോർമലായിട്ട് കണ്ടോ? എവിടെയാണ് ഒട്ടിയിരിക്കുന്നത്? ശരിക്കും നോക്ക്. യൂട്യൂബ് കണ്ട് പ്രാർത്ഥിച്ചു. ആ രാത്രിയിൽ പിന്നെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഡോക്ടർമാർ പറഞ്ഞു കുറച്ച് 6 മാസം കഴിയണം, ഓപ്പറേഷൻ വേണം, കത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പം യാതൊരു കുഴപ്പമില്ല. ഒരേ ഒരു പ്രാർത്ഥന, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കരങ്ങൾ ഉയർത്തി, കരങ്ങളടിച്ച് പാടട്ടെ ഹല്ലേലൂയ. ദൈവമക്കൾ ഒന്ന് ചേർന്ന് പാടിയിടട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. ദൈവമക്കൾ ഒന്ന് ചേർന്ന് പാടിയിടട്ടെ, ദൈവമക്കൾ ഒന്ന് ചേർന്ന് പാടിയിടട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കിപ്പോൾ കുറച്ചു നേരം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക.
കുട്ടികളൊക്കെ ഒന്നിച്ചു കൊടുക്കുക. ഓൾ ചിൽഡ്രൻ പ്ലീസ് കം ടുഗദർ. ലെറ്റ് us praise our God and let us worship our Lord. Hallelujah. 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 ശക്തനായ കർത്താവേ, ആകാശം ചായിച്ചിറങ്ങി വരണമേ. ആയിരം രഥവ്യൂഹങ്ങളോടെ ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സ്ത്രീകന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൽ ശക്തിയാ എന്നെ നിറയ്ക്കണമേ. നന്നായി കൈയടിച്ച് സ്ത്രീകന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൽ ശക്തിയാ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവ് ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവ് ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. തീയായി മാറ്റണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ. ഹൃദയങ്ങളിലേക്ക് ഉണർവിന്റെ അഭിഷേകം നിറയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus, we call upon you, O Lord. Come to us, O Lord. Deliver us, O Lord. Heal us, O Lord. Bless us, O Lord. Fill us with your anointing, O Lord. Hallelujah, hallelujah. Thank you, Lord. Thank you, Jesus. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദൈവം എല്ലാവരും ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യന്താപേക്ഷിതം. ഇന്ന് ഒരുപാട് പേരുടെ ജീവിതങ്ങളിൽ കർത്താവ് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട്. കർത്താവ് ധാരാളം കൃപകൾ നൽകുന്നു, സന്തോഷം നൽകുന്നു, അനുഭവങ്ങൾ നൽകുന്നു, അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളുടെ കർത്താവ് സംസാരിക്കുന്നു. പക്ഷേ അതിനുശേഷം അതിനനുപാതികമായ ദൈവരാജ്യ വേല ഉയരുന്നില്ല. അതിനാനുപാതികമായ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ലോകത്തിൽ ശക്തി പ്രാപിക്കാൻ അവർ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നില്ല, സമർപ്പണം ചെയ്യുന്നില്ല. വചനം കേട്ടു, പ്രാർത്ഥിച്ചു, കർത്താവിൻ്റെ അനുഭവം കൊണ്ട് നിറഞ്ഞു, വീട്ടിലേക്ക് പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ അതിൻ്റെ പരിണത ഫലം? ഇങ്ങനെ ഞാനും നിങ്ങളും നമുക്ക് ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ കൃപകൾ, വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ, വിശ്വാസത്തിൻ്റെ അഭിഷേകം, നിത്യജീവൻ അനുഭവം മറച്ചു വെച്ചാൽ, നാം വേല ചെയ്യാതിരുന്നാൽ നാം കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റക്കാരായി മാറും. നാം കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റക്കാരായി മാറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന കൃപകൾക്കനുസരിച്ച്, നമുക്ക് ലഭിക്കുന്ന അനുഭവം അനുസരിച്ച് ഞാനും നിങ്ങൾ പോകണം, മറ്റുള്ളവരോട് പറയണം. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും.
മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുക. ഇത് കർത്താവ് എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ദൗത്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റു പറയുക, മനുഷ്യരുടെ മുമ്പിൽ നിന്റെ വിശ്വാസം ഏറ്റു പറയുക, മനുഷ്യരുടെ മുമ്പിൽ നിന്റെ കർത്താവിന് സാക്ഷ്യം വഹിക്കുക, മനുഷ്യരുടെ മുമ്പിൽ നിന്റെ കർത്താവിനുള്ള വിശ്വാസം നീ പറയുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ കൺവെൻഷൻ നടക്കുമ്പോൾ, വലിയ തരത്തിലുള്ള അനുഭവങ്ങൾ നിറഞ്ഞ ധ്യാനങ്ങളെല്ലാം കഴിയുമ്പോൾ അച്ഛന് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ പോകണം, നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകളിൽ പങ്കാളികളാകണം, നിങ്ങൾ പ്രേക്ഷിത വേല ചെയ്യണം, നിങ്ങൾ കുടുംബങ്ങളിലേക്ക് പോകണം, നിങ്ങൾ ജയിലുകളിലേക്ക് പോയി അവിടെയുള്ളവരെ കാണണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങണം, വില്ലേജുകളിലേക്ക് ഇറങ്ങണം, പട്ടണങ്ങളിലേക്ക് ഇറങ്ങണം, ഗ്രാമങ്ങളിൽ ചെല്ലണം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. എന്നാൽ പല ആളുകളും അത് കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങളിലേക്ക് വേണ്ടി മാത്രം മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായം അതിൽ 4-ാമത്തെ വാക്യം, അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 തൊട്ട് 8 വരെ വാക്യങ്ങൾ താബോർ മലയിലെ രൂപാന്തരീകരണത്തെക്കുറിച്ച് കാണുന്ന രംഗമാണ്. അവിടെ ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടു. ഈശോയുടെ വസ്ത്രം തിളങ്ങുന്ന സൂര്യനെ പോലെയായി, ശരീരം മുഴുവൻ പ്രകാശിച്ചു. ഒരു വലിയ അനുഭവം. ഇതാ മോശയും ഏലിയായും വന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് വരെ സ്ലീഹന്മാർക്ക് കിട്ടാത്ത വലിയൊരു ദൈവാനുഭവം അവിടെ വെച്ചുണ്ടായി. ഉടനെ സ്ലീഹന്മാരിൽ ഒരു അരൂപി പ്രവർത്തിക്കാൻ തുടങ്ങി. ആ സ്ലീഹന്മാർ ഈശോയോട് ഉടനെ പറയുകയാണ്. മത്തായി 17:4 പറയുന്നത് ഇങ്ങനെയാണ്: പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നല്ല ശക്തമായ ദൈവാനുഭവം കിട്ടുമ്പോൾ, നല്ല ശക്തമായ പ്രാർത്ഥനാനുഭവം ഉണ്ടാകുമ്പോൾ, നല്ല ശക്തമായ ധ്യാനാനുഭവങ്ങളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ, വചനാനുഭവം ലഭിച്ചു കഴിയുമ്പോൾ, വിശ്വാസാനുഭവം ലഭിച്ചു കഴിയുമ്പോൾ, അത് എന്തിനു വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് നൽകുന്നത്? പരിശുദ്ധാത്മാവിനെ എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് നൽകുന്നത്? To go and preach. പോയി സുവിശേഷം പ്രസംഗിക്കുക. ഞാനും നിങ്ങളും ധ്യാനം കഴിഞ്ഞ് വചനം കേട്ട് നമ്മൾ അനുഭവം കിട്ടി നേരെ നമ്മുടെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് നമുക്ക് ഉയർച്ചയ്ക്ക് കാരണമാവുകയില്ല. നാം കർത്താവിൻ്റെ സന്നിധിയിൽ കുറ്റക്കാരായി മാറും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അത്യന്താപേക്ഷിതം. എന്താ അതിൻ്റെ അർത്ഥം? ജീവൻ നിലനിർത്താൻ ശ്വസിക്കുക അത്യന്താപേക്ഷിതമാണ്. വായു അത്യന്താപേക്ഷിതമാണ്. അതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ, നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ കർത്താവിലുള്ള വിശ്വാസം മാത്രം പോരാ, കർത്താവിന് സാക്ഷ്യം വഹിക്കണം, കർത്താവിൻ്റെ വിശ്വാസത്തിന് ശുശ്രൂഷ ചെയ്യണം. ഇത് കർത്താവ് വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഒരു ചുമതലയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1987 തൊട്ട് 87-88 കാലഘട്ടത്തിൽ അട്ടപ്പാടിയിൽ വന്നപ്പോൾ അവിടെ വളരെ തീ പിടിച്ച ഒരു ചെറുപ്പക്കാരനെ കണ്ടു. അദ്ദേഹമാണ് ഇന്നത്തെ ബിനോയ് അച്ഛൻ. അദ്ദേഹം അന്ന് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. അദ്ദേഹം വളരെ തീയായിട്ട് ഓടി നടക്കുകയാണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ബിനോയ് അച്ഛനെ. അദ്ദേഹം കോളേജിൽ പോയി, തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ പഠിച്ചു. വളരെ നല്ല നിലയ്ക്ക് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കർത്താവിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ തോന്നി. കർത്താവിന് വേണ്ടി അദ്ദേഹം ജീവിത സെമിനാരിൽ ചേർന്നു. സെമിനാരിൽ വെച്ച് ഭയങ്കര തീക്ഷ്ണമായിട്ട് കർത്താവിനോട് ഒരുങ്ങുകയാണ്. സെമിനാരിൽ പഠിച്ചെങ്കിലും സുഖമായിട്ടിരിക്കാനല്ല, അദ്ദേഹം കിട്ടുന്ന സമയം മുഴുവനും പുസ്തകം ചുമന്നും വീടുകളിൽ പോയി കുട്ടികളെ കണ്ട് യുവജനങ്ങളെ മീറ്റ് ചെയ്തും ശുശ്രൂഷ തന്നെ ശുശ്രൂഷ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ, ബിനോയ് ബ്രദറെ സുഖമാണോ? എന്താ? അപ്പം ബിനോയ് ബ്രദർ പറഞ്ഞു, അച്ഛന് എൻ്റെ പേര് ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേരാണ് മാൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് കത്തിജ്വലിച്ച് ദൈവത്തെ പ്രതി ദൈവത്തിൻ്റെ ജ്വരം മാത്രം കൊണ്ട് നിറഞ്ഞ്, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി ഭ്രാന്ത് പിടിച്ച പോലെയായി. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഇതാണ് ശരിയായ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്നാൽ നമ്മുടെ സ്ഥിതി. അതിനധികം പ്രായമാകണമെന്നില്ല. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ പറ്റും, യുവാവായിരിക്കുമ്പോൾ തന്നെ പറ്റും, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറ്റും. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായി ബിനോയ് ചന്ദ്രൻ സംസാരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ അവിടെ നിന്ന് ഈ വിശ്വാസത്തിനെ പോരാടണമെന്നും വിശ്വാസം കാത്തു സൂക്ഷിക്കണമെന്നും അച്ഛൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ സൈഡിൽ നിൽക്കായിരുന്നു. ഞാൻ ആ സൈഡിൽ നിന്നുകൊണ്ട് ആ വചനം കേട്ടിരുന്നപ്പോൾ ഈ നാളുകളിൽ ചില വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുടെ ഓർമ്മയിൽ വന്നു. അവർ പറഞ്ഞത്, അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
ഇപ്പോൾ അച്ഛൻ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1816 ഖണ്ഡിക കോട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ ആദ്യം അവസാനം പറഞ്ഞ വാക്യമുണ്ടല്ലോ, അതായത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന ആ കാര്യം കേട്ടപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ആൾക്കാർ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും അതിന് ഡെപ്ത് ഞാൻ ഓർക്കായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ ചിന്തിക്കുകയാണ്, അപ്പസ്തോലന്മാര് കർത്താവിനോട് വന്ന പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് അപ്പസ്തോലന്മാർ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമാണ് ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തെ 5-ാമത്തെ വാക്യം. അവര് പ്രാർത്ഥിച്ചത്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിങ്ങൾ ചിന്തിച്ച് നോക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പസ്തോലന്മാർക്ക് വേണം വേറെ എത്ര വിഷയങ്ങൾ പ്രാർത്ഥിക്കാമായിരുന്നു, വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഈശോയോട് ചോദിക്കാമായിരുന്നു. അവർ പ്രാർത്ഥിച്ചത് എന്താ? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കാരണം കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഈ അപ്പസ്തോലന്മാര് പരിശുദ്ധാത്മ ശക്തികൾ നിറഞ്ഞു പോയി സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച് സുവിശേഷം പ്രചരിപ്പിച്ച് വിശ്വാസം കാത്തു സൂക്ഷിച്ച് രക്തസാക്ഷികളെ മരിച്ച് സ്വർഗത്തിൽ അവരുടെ പേരുകൾ എഴുതപ്പെടാനുള്ള പ്രാർത്ഥനയായിരുന്നു ഇത്. ഹല്ലേലൂയ. അല്ലാതെ ദൈവത്തിലുള്ള സിമ്പിൾ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള പ്രാർത്ഥന അല്ല, വലിയ ആഴമുണ്ട് സഹോദരങ്ങളെ, വലിയ ആഴമുണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. ഞാൻ ഓർക്കാണ്, ഇപ്പൊ അത് കുറച്ചുകൂടെ തെളിഞ്ഞു വരികയാണ് പ്രിയപ്പെട്ട സഹോദരൻ. വിശുദ്ധ വിൻസെന്റ് പോള് വിശ്വാസ പ്രമാണം എഴുതി തൻ്റെ ഉടുപ്പിന്റെ പോക്കറ്റിൽ വെച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നടക്കുമായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താ കാരണം? ഈ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് അദ്ദേഹത്തെ സ്വർഗത്തിലെത്തിക്കുന്നത്. മർക്കോസ് സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ആ അപസ്മാര രോഗിയുടെ പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് അല്ലേ? ആ കുട്ടിയെ അപസ്മാരോഗത്തിൽ വലിയ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഇത് കർത്താവ് എന്തെങ്കിലും കഴിയുമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കഴിയുമെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ അപസ്മാരോഗയുടെ പിതാവ് എന്താ പ്രാർത്ഥിച്ചത്? എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഒരർത്ഥത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നുള്ള പ്രാർത്ഥനയാണത്. ഈ സംഭവത്തിന് ശേഷം അനേകരടുത്ത് പോയി ഈ കൊച്ചിയെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ പറഞ്ഞ് വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള പ്രാർത്ഥനയാണത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ വാക്യം, അവിടെ ഈശോ അപ്പസ്തോലനായ പത്രോസിനെ അയക്കുക വേണ്ടി നടത്തുന്ന പ്രാർത്ഥന നടത്തുന്നുണ്ട്. എന്താ പ്രാർത്ഥന നടത്തുന്നത്? പീറ്റർ ശിമയോൻ, ഇതാ സാത്താൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ നിന്നെ പാറ്റാൻ ഉദ്യമിക്കുന്നത് ഞാൻ കണ്ടു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പറയാ ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അച്ഛൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വിശ്വാസം എന്ന് പറയുന്നത് വെറുതെ കർത്താവിൽ വിശ്വസിച്ച് കർത്താവ് കുറച്ച് അനുഭവങ്ങളും തന്ന് അനുഗ്രഹങ്ങളും കിട്ടി അങ്ങനെ അടങ്ങിയിരിക്കുന്നതല്ല. മറിച്ച് ആ വിശ്വാസത്തോടെ നിലകൊള്ളുന്നത്, ആ വിശ്വാസം പ്രചരിപ്പിക്കുന്നത്, ആ വിശ്വാസത്തോട് സാക്ഷ്യം വഹിക്കുന്നത്, വിശ്വാസത്തിനെതിരെയുള്ള തിന്മകൾ വരുമ്പോൾ അതിനെതിരെ പൊരുതി നിൽക്കുന്നതുമാണ്. അത് രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനകത്തുനിന്ന് ഒരു പിന്മാറ്റത്തിനൊരു സാധ്യത കുറച്ചാളുകൾ കഴിയുമ്പോൾ പത്രോസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എതിർപ്പുകൾ വരുമ്പോഴും പലവിധ കാര്യങ്ങൾ വരുമ്പോഴും. അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചിടുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് പത്രോസുകൾ വിശ്വാസം ക്ഷയിച്ച് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എന്ന് പറയുന്നത് വചനത്തിന്റെ എല്ലാത്തിന്റെ സാരാംശം എടുത്ത് നക്ഷലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കത്തോലിക്ക മതബോധന ഗ്രന്ഥം. അതിനകത്ത് കണ്ണുകൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷേ അതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ആത്മാവിൽ തോന്നുകയാണ്. 1814-ാമത്തെ ഖണ്ഡിക മുതൽ 1816-ാമത്തെ ഖണ്ഡിക വരെ വളരെ വിശദമായിട്ട് ഈ വിശ്വാസം എന്ന് പറയുന്ന ദൈവിക സുഹൃത്തത്തെക്കുറിച്ച്, അതിനെ സാക്ഷ്യം വഹിക്കുന്നതിനെക്കുറിച്ച്, പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് എല്ലാത്തിനും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസം ദൈവിക സുഹൃതം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്. അതാണ് കത്തോലിക്ക സഭ മതപരമായി പഠിപ്പിക്കുന്നത്. അതായത് ദൈവത്തിൽ വിശ്വസിക്കുകയും സഭ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതിന് കാരണം എന്താ? ഈ വിശ്വാസം എന്ന സുഹൃതം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഫേസസ് ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ വചനം പഠിപ്പിക്കുന്നത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ്. ദൈവം നൽകുന്ന വലിയൊരു ദാനമാണ് വിശ്വാസം. ആ വിശ്വാസം കിട്ടുന്നതോർത്ത് സന്തോഷിക്കണം. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വിശ്വാസം വഴി മനുഷ്യൻ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അബ്രാഹാമാണ് വിശ്വാസികളുടെ പിതാവ്. അബ്രാഹത്തിന് വിശ്വാസം ഒരു കൃപയായിട്ട് കർത്താവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആ അബ്രാഹാം ആ വിശ്വാസത്തിന് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട, എന്നിട്ടോ എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് ദൈവം പറഞ്ഞത്, ആ കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതാണ് വിശ്വാസം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം കുറയുന്നിടത്ത് സമർപ്പണം കുറയും, വിശ്വാസം കുറയുന്നിടത്ത് തീക്ഷ്ണത കുറയും, വിശ്വാസം കുറയുന്നിടത്ത് ദൈവരാജ്യ വേല കുറയും, വിശ്വാസം കുറയുന്നിടത്ത് സമാധികാരുടെ ബഹുമാനം കുറയും, വിശ്വാസം കുറയുന്നിടത്ത് മാതാപിതാക്കന്മാരുടെ ബഹുമാനം കുറയും. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, കൺവെൻഷൻ കൂടുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. ഇത് മോശമല്ല, അത് വേണം. അത് മാത്രമല്ല, പിന്നെയോ അങ്ങനെ അറിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് സമർപ്പിക്കണം ജീവിതം. ആ സമർപ്പണമാണ് വിശ്വാസം. ആ സമർപ്പണം പ്രവൃത്തി കൊണ്ട് എത്തിക്കും. ആ പ്രവൃത്തിയാണ് വിശ്വാസം. കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് തുറന്നുള്ള കണിക രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തിനെതിരെ പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, വിശ്വാസം കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദേശത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ പല സ്ഥലങ്ങളിൽ വിശ്വാസത്തിനെതിരെ ഒരുപാട് തരത്തിലുള്ള കമൻറ്റുകളും വിശ്വാസത്തെ ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ കാര്യങ്ങളും കാര്യമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ച് കൈയും കെട്ടി നമ്മളൊന്നും കണ്ടില്ലെന്ന ഭാവത്തിൽ ഇരിക്കരുത്. അതല്ല വിശ്വാസി. വിശ്വാസം കാത്തു സൂക്ഷിക്കണം. നമ്മൾ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും കാണുമ്പോൾ, നമ്മുടെ സമൂഹത്തെ വിശ്വാസം ദൂഷിക്കപ്പെടുന്ന കാണുമ്പോൾ, പ്രിയപ്പെട്ട നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മൾ അതിനെ അനുകൂലിക്കുന്നതല്ല എൻ്റെ അർത്ഥം. ഇനി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥത്തിൽ അടുത്ത ഭാഗം വചനത്തിൽ നിന്ന് അടർത്തി എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസം ഏറ്റുപറയണം, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കണം. അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നതാണ്, അതും പോരാ, വിശ്വാസം പ്രചരിപ്പിക്കണം. എന്നിട്ട് അതിന്റെ സമാപനത്തിൽ അച്ഛൻ പറഞ്ഞ കാര്യം അവർ രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്: അതായത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഈ വിശ്വാസത്തിന്റെ സാക്ഷ്യം, വിശ്വാസത്തിന്റെ ശുശ്രൂഷ അത്യന്താപേക്ഷിത. എന്താ വിശ്വാസം ഏറ്റുപറയുക എന്ന് പറയുന്നത്? ഞാൻ കഴിഞ്ഞ നാളുകളിൽ രക്തസാക്ഷികൾ സംസാരിക്കുന്നു എന്നൊരു പുസ്തകം വായിക്കാനിടയായി. അതിനകത്ത് ഹൃദയസ്പർശിയായിട്ടൊരു കാര്യം രേഖപ്പെടുന്നത് ഇങ്ങനെയാണ്. സംഭവിച്ചതാണ് അവിടെ. ചൈനയിൽ 1900 ഒരുപാട് മത തീവ്രവാദികൾ കയറി അനേകം ക്രിസ്ത്യാനികൾ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ബോക്സർ തീവ്രവാദികൾ അവർ കയറി ഒരു ഗ്രാമത്തിൽ മുഴുവൻ ചെന്ന്, ആ ഗ്രാമത്തിൽ മുഴുവൻ ചെന്നിട്ട് അതിലെ നേതാവ് ഇങ്ങനെ അലറി പറഞ്ഞ്, യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചാൽ ജീവൻ കിട്ടും, അല്ലെങ്കിൽ ഇവിടത്തെ വെച്ച് കൊന്നുകളയും. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക, യേശുവിൽ വിശ്വസിക്കാത്തവർ ഇങ്ങോട്ട് മാറി നിൽക്കുക, ജീവൻ വേണമെങ്കിൽ. ആ സമൂഹത്തിൽ അന്ന വാങ്ങ എന്ന പേരുള്ള 14 വയസ്സുള്ള ഒരു ബാലിക ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ വളർത്തമ്മ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഈ ഭീകരന്മാരെ അലർച്ച കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് പേരും പിന്നെ ഈ വളർത്തമ്മയെ പേടിച്ച് ഇപ്പുറത്തേക്ക് മാറുന്നു. എന്നിട്ട് അപ്പുറത്ത് മാറുന്നുണ്ട് ഈ വളർത്തമ്മ, അന്ന വാങ്ങ നീ വേഗം ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. 14 വയസ്സുള്ള ഈ പെൺകുട്ടി വിളിച്ചു പറഞ്ഞ് ആ ദൂരെയുള്ള പള്ളിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞാൽ അവിടെ കത്തിയിരിക്കുന്ന മെഴുകുതിരികൾ കണ്ടോമേ, ആ മെഴുകുതിരികളേക്കാൾ മഹത്വമുള്ളതാണ് സ്വർഗത്തിലുള്ള മഹത്വം. അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുകയല്ല, ഞാൻ മരിച്ച് ഞാൻ ഈശോയുടെ കൂടെ ആയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി അവരെല്ലാം ബന്ധിച്ച് നേരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. പ്രഭാതമായപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കുറേ പേരെ വധിച്ചു. ഈ പെൺകുട്ടി നോക്കിയിരിക്കുകയാണ്, ഇവളുടെ ഊഴം വന്നെത്തി. അങ്ങനെ ഇവളുടെ ഊഴം വന്നെത്തി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി മുട്ടുകൊത്തി യേശുവേ 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 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാർ ഒരാൾ വന്നിട്ട് ഈ പെൺകുട്ടിയുടെ ഇടത്ത് തോളിൽ നിന്ന് മാംസം വാളുകൊണ്ട് വെട്ടിയെടുത്തു. നീ വിശ്വാസം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അവൾ വിശ്വാസം ഏറ്റു പറഞ്ഞു. ഉടനെ അടുത്ത ആള് അവൾ ഇടത് കൈ മുറിച്ചെടുത്തു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിഷ്കരണം അവളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവളുടെ ജഡം എടുത്ത് അവൾ വലിയ കിടങ്ങിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ ഇപ്പുറത്ത് നിന്നുകൊണ്ട് വളരെ ഭക്തിയുള്ള സ്ത്രീ വിളിച്ചു, എന്താ അന്ന വാങ്ങയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് ഉയർന്നു പോകുന്നു ഞാൻ കണ്ടു. അത് കണ്ടിട്ട് എത്ര പേര് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളെന്നറിയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ കഴിഞ്ഞ നാളുകൾ ചിന്തിച്ചു നോക്ക്. ആ ഭീകരാക്രമണം പല കാര്യങ്ങളും വന്ന സമയത്ത് ആ 21 പേർ വധിക്കപ്പെടുന്നത് എങ്ങനെയായിരുന്നു? ആ വധിക്കപ്പെടുന്ന അവസാനത്തെ വധിക്കപ്പെടുന്ന കണ്ടപ്പോൾ മറ്റേയാൾക്ക് വിശ്വാസം കത്തിച്ചൊലിച്ചു, അവന് രക്തസാക്ഷിയായിട്ട് മരിച്ചില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസം ഏറ്റുപറയാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കണം. ആ ഏറ്റുപറയലാണ് നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത്. അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസികളാണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല.
ഉറക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും മതമാനന്ദം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. അങ്ങനെ ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ, അപ്പൊ സാക്ഷ്യം വഹിച്ചാൽ മാത്രം പോരാ, ഏറ്റു പറഞ്ഞാൽ മാത്രം പറയാ, നമ്മളെ കഴിയുന്നതിന് മാക്സിമത്തിൽ അതിനുവേണ്ടി പ്രചരിപ്പിക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ ശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ പത്രോസുകാർക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഓ പീറ്റർ പീറ്റർ, നിന്റെ വിശ്വാസം ക്ഷയിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താണ് സ്ലേഹയോട് പറഞ്ഞ്, നീ ചെന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. നീ ചെന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ഏത് കാര്യത്തിൽ? വിശ്വാസത്തിന്റെ കാര്യത്തിൽ. നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പസ്തോലന്മാർ ആ ദേശത്തൂടെ മുഴുവൻ ചുറ്റി നടന്ന് ഓരോരുത്തരെയും കണ്ടു പറഞ്ഞ്, നിരവധി പീഡനങ്ങളിലാണെങ്കിലും നിങ്ങൾ ഉറച്ചു നിന്ന് വിശ്വാസത്തിന്റെ പൊരുതി സ്വർഗത്തിൽ എത്തണം, അതാണ് മാർഗം എന്നാണ് പറഞ്ഞു കൊടുത്തത്. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്ക് എത്ര സാഹചര്യങ്ങളാണ് വിശ്വാസം പ്രചരിപ്പിക്കാൻ കിട്ടുന്നത് അല്ലേ? നിങ്ങൾ എന്ത് നോക്കുക, ഈ യേശുനാമ ശക്തി എന്ന് പറഞ്ഞൊരു പുസ്തകം കർത്താവിന്റെ പരാണ്ട് ഞാൻ പട്ടാച്ചൻ എഴുതി. എന്നത് അത് എത്ര പേര്, അതുകൊണ്ട് അനേകർക്കും എത്ര പേര് വിശ്വാസത്തിലേക്ക് വരുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നമ്മൾ ശാലോ മാസേ കൊടുക്കുമ്പോൾ, നമ്മളൊരു വചനോത്സവം കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരൻ വിശ്വാസം പ്രചരിപ്പിക്കുന്ന പ്രവൃത്തിയല്ലേ? ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രൊട്ടക്ടേഷൻ ആയിരിക്കുന്ന അനേകം പേര് സോഷ്യൽ മീഡിയയിലൂടെ വിശ്വാസത്തിന് അനുകൂലമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കാര്യങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യുമ്പോൾ, അത് നാളെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസത്തിനെ പ്രചരിപ്പിക്കുന്ന പ്രവൃത്തിയല്ലേ ചെയ്യുന്നത്? പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത്, വിശ്വാസം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പോരാട്ടം തന്നെയാണ്. ഒരു പോരാട്ടം തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 തിമോത്തി 6:12 ദൈവത്തിന്റെ ആത്മാവ് സകല മക്കളെ ഉണർത്തുകയാണ്. വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം കേട്ട് അനുഭവം കിട്ടി സന്തോഷമായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ മാത്രം ഇരിക്കുന്നത് അത് നിത്യജീവന്റെ വഴിയല്ല. വചനം കിട്ടി, അനുഭവം കിട്ടി, പരിശുദ്ധാത്മാവിനെ കിട്ടി, ഉണർവ് കിട്ടി, കൃപ കിട്ടി, അതെല്ലാം ഞാനും നിങ്ങളും വിശ്വാസത്തിൻ്റെ നല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് തന്നിട്ടുള്ളതാണ്. വിശ്വാസത്തിൻ്റെ സാക്ഷ്യവും വിശ്വാസത്തിൻ്റെ ശുശ്രൂഷയും വിശ്വാസ പ്രചരണവും രക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമത്രേ. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധനയിലൂടെ പുതിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നൽകിയിരിക്കുന്നത് ചെറിയ താലന്താണ്. ഒരു താലന്തുണ്ടെങ്കിൽ ആ ഒരു താലന്ത് കൊണ്ട് നാം വിനിമയം നടത്തി അനേകം ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കണം. അനേകം ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാശുദ്ധങ്ങളും പരിഹാരങ്ങളും അനുഷ്ഠിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈശോയിലേക്ക് നോക്കാം. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന ഈ സമയത്ത് വലിയ തീഷ്ണതയോടെ യേശുവേ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. റൂഹായേ റൂഹായ്. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. വരണമേ. അഭിഷേകം ചെയ്യണമേ. വരണമേ. അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിട, അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ എന്നിൽ, കവിയട്ടെ എന്നിൽ, ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം.